കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഉള്ള അതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഈ തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച ഇല്ലാത്ത രീതിയിലുള്ള ഒട്ടേറെ ക്രമീകരണങ്ങളാണ് അവിടെ വരുത്തിയിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് പാർക്കിംഗ് നടക്കുന്ന നിലയ്ക്കലിൽ ഫാസ്ടാഗ് സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തത്, അതുപോലെ തന്നെ പമ്പയിൽ നടപ്പന്തൽ 90 മീറ്റർ നീളത്തിൽ 6 മീറ്റർ വീതിയിലുള്ള നടപ്പന്തൽ പുതുതായി സെമി പെർമനന്റ് നടപ്പന്തൽ പുതുതായി നിർമ്മിച്ചു കൊടുത്തത്, അതേപോലെ തന്നെ ക്യൂ കോംപ്ലക്സ് ഡൈനാമിക് ആക്കി അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്, ശബരിമലയിൽ ആണെങ്കിൽ 168ഓളം പുതുതായി യൂറിനുകൾ സ്ഥാപിച്ച് അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുന്ന കാര്യത്തിലും എല്ലാം ഈ പ്രാവശ്യം മുൻകാലത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പരാതികൾ ഉണ്ടാവുക, ശബരിമലയിൽ നേരെ വന്ന് ദർശനം നടത്തി പോകാൻ കഴിയുമെന്ന് ഒരു തീർത്ഥാടകനും ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഒരു തീർത്ഥാടകനും അത്തരമൊരു ധാരണയുമില്ല. കാരണം അവിടെ എന്തായാലും 18-ാം പടിയിലൂടെ കയറുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു കണക്കുണ്ട്. ഇത്ര പേർക്കാണ് ഒരു മിനിറ്റിൽ കയറാൻ കഴിയുന്നത് എന്നുള്ള കണക്കുണ്ട്. അത് മാക്സിമം ആളുകളെ കയറ്റണം. അതായത് ഒരു 6-7 മണിക്കൂറെങ്കിലും കാത്തു നിൽക്കാതെ ഒരു തീർത്ഥാടകരും അയ്യപ്പനെ ദർശിക്കാൻ കഴിയില്ല. അപ്പോ അതൊരു സാധാരണ പ്രക്രിയയാണ്. പക്ഷെ അതേക്കാൾ കൂടുതൽ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ ക്രമീകരണം വരുത്തണം. ഇതിപ്പോ 10-12 മണിക്കൂർ 18 മണിക്കൂർ എന്നുള്ള നിലയിലുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പരിഹരിക്കാൻ കഴിയുന്നത് ഈ 18-ാം പടിയിലൂടെയുള്ള അയ്യപ്പ തീർത്ഥാടകരുടെ പടിഞ്ഞാട്ടിൽ കുറെ കൂടി ക്രമീകരിച്ചാൽ ആ പരാതികൾ നമുക്ക് പരിഹരിച്ചു പോകാൻ കഴിയും. എന്തായാലും ഒരു 6-7 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർ കല്ലും മുള്ളും കാലിക്കുമത്തെ എന്നുള്ള ശരണമന്ത്രവുമായി വരുന്ന അയ്യപ്പ ഭക്തന്മാരാണ്. അയ്യപ്പനെ ദർശിക്കുകയാണ് അവരുടെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് അത് ത്യാഗം സഹിക്കേണ്ടി വരും. അത് അവർക്ക് എല്ലാവർക്കും അറിയാം. അയ്യപ്പന്മാർക്ക് ദീർഘകാലമായി ഇവിടെ അയ്യപ്പ ഭഗവാനെ ദർശിക്കാനെത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവിടുത്തെ ക്രമീകരണങ്ങളെ സംബന്ധിച്ചും എല്ലാം. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ പരാതികൾ ഉണ്ടായാൽ അത് പർവ്വതീകരിച്ച് തീർത്ഥാടകരുടെ ആശങ്ക ഉണ്ടാക്കുന്ന ആ ഒരു സമീപനം ഒരിക്കലും ശരിയല്ല. നമ്മുടെ ഒരു കേരളത്തിന്റെ പൊതുവായ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചും നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം കൂടി അവർക്ക് രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പകരമായി അവരെ ഒരു തരത്തിലും അവർക്ക് നിരാശ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. കാരണം ശബരിമല തീർത്ഥാടനം ആരംഭിച്ചാൽ നമ്മുടെ നാട് ഉണരുകയാണ്, കേരളം ആകെ ഉണരുകയാണ്. അല്ലാതെ ഏതെങ്കിലും ശബരിമലയിലെ മാത്രം ഒരു കുറെ തീർത്ഥാടകരുടെ ദർശനം മാത്രമല്ല അവിടെ ഉള്ളത്. ഈ നാടിനൊരു വലിയ ഉണർച്ച അതുകൊണ്ട് തന്നെ ഉണ്ടാവുകയാണ്. എല്ലാ രംഗത്തും അത്തരത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ സർക്കാർ തന്നെ നിരന്തരമായി ഇടപെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ബന്ധപ്പെടേണ്ട മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ബന്ധപ്പെട്ട് അവരവരുടെ ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയില്ലാതെ ആ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ അവരും ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.